നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായും അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ഭക്തി സ്നേഹ ഭാവങ്ങളോടുകൂടി ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. വീണ്ടും എല്ലാവരെയും ഹാർട്ട്മുള്ളസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻട്രൊഡക്ടറി സിറ്റിംഗ്സ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള ഫൈനൽ വേർഷൻ, പെർഫെക്റ്റ് മാസ്റ്ററി, അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. സഹജമാർഗത്തിൻ്റെ ഗുരുവായിട്ട് ബാബുജി മഹാരാജ്, ശ്രീ രാമചന്ദ്ര ഓഫ് ഷാജഹാൻപൂർ, അദ്ദേഹമാണ് സഹജമാർഗം എന്നുള്ള പേരിട്ടതും. ശ്രീരാമചന്ദ്ര മിഷൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ലാലാജി മഹാരാജിന്റെ പേരും ശ്രീരാമചന്ദ്ര എന്ന് തന്നെയായിരുന്നു. ശ്രീരാമചന്ദ്ര ഫത്തേഗർ, അദ്ദേഹമാണ് ആദ്യ ഗുരു. അദ്ദേഹത്തിന്റെ പേരിൽ മിഷൻ സ്ഥാപിച്ചത്. ഈശ്വരൻ സിമ്പിളാണ്, ലളിതമാണ്. ഈശ്വരനിലേക്കുള്ള മാർഗവും സിമ്പിളാണ്, ലളിതമാണ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. നമ്മളാണ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ, പലപ്പോഴും സിമ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഈസി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലളിതം, ഈസി എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ്. സിമ്പിളിന്റെ ഓപ്പോസിറ്റ് കോംപ്ലക്സ് ആണ്, സങ്കീർണം. ഈസിയുടെ ഓപ്പോസിറ്റ് ഡിഫിക്കൽട്ടാണ്. സൈക്കിൾ ചവിട്ടുക എന്നുള്ളത് സിമ്പിളാണ്, ഒന്നുമില്ല, 2 ചക്രം കൊണ്ട് ബാലൻസ് ചെയ്ത് പോകണം. പക്ഷെ ഈസി ആണോ? തീർച്ചയായിട്ടും ഈസി അല്ല. സത്യം പറയുക എന്നുള്ളത് ലളിതമാണ്, സിമ്പിളാണ്, കാരണം സത്യം ഒന്നേ ഉള്ളൂ. പക്ഷെ ഈസി ആണോ? ഈസി അല്ല. നമ്മൾ സത്യം മറച്ചു വെക്കാൻ നോക്കുന്നു. സ്നേഹിക്കുക എന്നുള്ളത് സിമ്പിളാണ്, പക്ഷെ സ്നേഹിക്കുക എന്നുള്ളത് എളുപ്പമാണ്.
ഇതാണ് സിമ്പിളും ഈസിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലാളിത്യം കൊണ്ടുവരണം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ അത് ഡിസ്കസ് ചെയ്തു. ലാളിത്യം, സിംപ്ലിസിറ്റി, ഇറ്റ് ഇസ് ആസ് ഇറ്റ് ഇസ്. അതിന് നിലനിൽക്കാൻ വേറൊന്നും ആവശ്യമില്ല. അതാണ് ഈശ്വരൻ. ഈശ്വരൻ ഉദ്ഭവിക്കുന്ന പ്രാണസ്യ പ്രാണൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്നു. അതുകൊണ്ടാണ് ഈശ്വരൻ സർവ്വചരാചരങ്ങൾ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സാധ്യതകളും ഉള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ക്വാണ്ടം ഫിസിക്സും ഇത് ക്രമേണ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യതകളുടെ ആ തലത്തിൽ നിന്നും നമ്മൾ ഇവോൾവ് ചെയ്യണം. കോൺഷ്യസ്നസ് ഇസ് ഓൾ ദാറ്റ് ഇസ് എന്ന ഡോക്ടർ ടോണി നാഡർ, അദ്ദേഹം ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷന്റെ ഇപ്പോഴത്തെ ലോകത്തെ ആചാര്യനാണ്. അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്, കോൺഷ്യസ്നസ് മാത്രം, ബോധം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉപനിഷത്തിന്റെ തത്വങ്ങളായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ, സർവം ഖൽവമിതം ബ്രഹ്മ എന്നൊക്കെ ഉള്ളത്, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ആ ബുക്കിൽ ഉള്ളത്. അപ്പൊ ഇത്രയും ലളിതമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ നമ്മുടെ ജീവിതത്തിലെ ലാളിത്യം കൊണ്ടുവരണം. അതുകൊണ്ട് ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യം സിമ്പിൾ ആണെങ്കിൽ നമ്മൾ പോകേണ്ട വഴിയും സിമ്പിൾ ആവണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വഴി കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. ബാബുജി മഹാരാജ് പറയാറുണ്ടായിരുന്നു, നമുക്ക് നിലത്തുനിന്ന് ഒരു സൂചി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്രെയിനിന്റെ ആവശ്യമില്ല. നമുക്ക് വിരലുകൊണ്ട് എടുക്കാം, ക്രെയിൻ കൊണ്ട് അത് പൊന്തിക്കാൻ പറ്റില്ല. കബീർദാസി പറയാറുണ്ടായിരുന്നു, നമുക്ക് സൂചി ആവശ്യമുള്ളപ്പോൾ അവിടെ ഒരു വാളും കൊണ്ട് യാതൊരു പ്രയോജനമില്ല. സൂചിയുടെ സ്ഥലത്ത് സൂചി തന്നെ വേണം. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. സിമ്പിൾ ആയിട്ടുള്ള ആശയവിനിമയം, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ആശയവിനിമയം. സ്നേഹമുള്ളപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെയുള്ള ഒരു ആശയവിനിമയം വാക്കുകൊണ്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്നേഹമുള്ളപ്പോൾ സംഭാഷണത്തിന്റെ ആവശ്യമില്ല. ചാരുജി മഹാരാജ് പറയാറുണ്ട്, ശരിക്കും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മീറ്റിംഗ്സ് കൂടുന്നത് സ്നേഹം കൈമാറാൻ മാത്രമാണ്, ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും അവരവരുടെ റോൾസ് അറിയാം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാം, നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കാണിക്കുക, എന്നിട്ട് ഗോ ആൻഡ് വർക്ക്. നമ്മൾ അതിനുവേണ്ടി സത്യസന്ധമായിട്ട് പ്രവർത്തിക്കും, ഇമ്പ്രൂവ് ചെയ്യും. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മീറ്റിംഗ്സ് നീളം കൂടുന്നത് എപ്പോഴാണ്? പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈഗോസ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് മീറ്റിംഗ്സിന് നീളം കൂടുന്നത്. എപ്പോഴും നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ കറക്ഷൻസ് കൊണ്ടുവരുന്നു, മറ്റവരുടെ ജീവിതത്തിൽ കറക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അപ്പോൾ സംഭാഷണം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തകളുടെയും വാക്കുകളുടെയും തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുക. ഒരേ ശാസ്ത്രത്തിന് എത്ര ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് കണ്ടാലറിയാം, ഭഗവത്ഗീത ആയാലും ഖുറാൻ ആയാലും ബൈബിൾ ആയാലും ഗുരു ഗ്രന്ഥ സാഹിബായാലും തത്വങ്ങളെ കോംപ്ലിക്കേറ്റഡ് ചെയ്യുന്നു. മഹാവാക്യങ്ങൾ, തത്വമസി ഒരു മഹാവാക്യം, 4 മഹാവാക്യങ്ങളാണ് അത് കേട്ടത്. അപ്പോൾ തത്വമസി എടുത്തു നോക്കാം. എന്താണ് തത്വമസി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പുസ്തകങ്ങൾ രചിക്കാം. പക്ഷെ എന്താണ് തത്വമസി എന്ന് മനസ്സിലാവില്ല. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ എഴുതാം, പക്ഷെ അത് വായിച്ചാൽ സ്നേഹം എന്താണെന്ന് മനസ്സിലാവും. പാല് എന്താണെന്ന് മനസ്സിലാവാൻ പുസ്തകം വായിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പാലിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാല് കുടിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ പാല് കുടിച്ച് നോക്കും. അപ്പൊ കൂടുതൽ നമ്മൾ എന്തിനെങ്കിലും പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് സത്യം അറിയില്ല എന്നുള്ളത് തെളിയും. സയൻസിലും ഹൈപ്പോത്തസിസ് കൂടുമ്പോൾ, തിയറീസ് കൂടുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് തിയറി, അതിന്റെ അർത്ഥം എന്താ? സത്യം അറിയില്ല. സയൻസ് മുഴുവൻ ഹൈപ്പോത്തസിസ് ആണ് എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്ക് ശരിയായിട്ട് എന്തുകൊണ്ടാണ് ഒരു കാര്യം സംഭവിക്കുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഹൈപ്പോത്തസിസ് ഇറക്കണം. മെഡിസിനിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു മരുന്ന് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതായിരിക്കാം അതായിരിക്കാം തിയറീസ് പറയും. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം തീർച്ചയായിട്ടും. പക്ഷേ അതിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് അത് തന്നെ പറ്റുള്ളൂ എന്ന് ജീവിക്കുമ്പോഴാണ് പ്രശ്നം. അതാണ് കോംപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിനെ സങ്കീർണമാക്കുന്ന അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം ഇത് ജീവിക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സങ്കീർണമാവുക. എത്ര ഡ്രസ്സ് വേണം ഒരാൾക്ക്? എത്ര ഫുട്വെയർ വേണം ഒരാൾക്ക്? വെഹിക്കിള്, ഏത് തരത്തിലുള്ള വെഹിക്കിൾ വേണം? ഏത് തരത്തിലുള്ള വീട് വേണം? ഇത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എല്ലാവരെയും കണക്കിലെടുത്തിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ
നമ്മുടെ പ്രവൃത്തികൾക്ക് സിംപ്ലിസിറ്റി വരും. മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ ഒരു അവസാന ഉപദേശമായിട്ട് ഒരു ടാലിസ്മാൻ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് തന്നെ അത് വെച്ചിട്ടുണ്ട്. വളരെ മൂവിങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ സംശയഗ്രസ്തരോ അഹംബോധം നിങ്ങളെ വല്ലാതെ അലട്ടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെസ്റ്റ് നടത്തണമെന്നാണ്. എന്താ, നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ദുഃഖം അനുഭവിച്ച ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുമോ? അങ്ങനെ ഒരു വ്യക്തിക്ക് രാമരാജ്യം കൊണ്ടുവരുന്നു. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഫ്രീഡം, ഒരു മെന്റൽ ഫ്രീഡം, മെന്റൽ പീസ് കൊണ്ടുവരൂ. ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങളുടെ സംശയങ്ങൾ ഇല്ലാതെയാവുന്നതാണ് മഹാത്മാഗാന്ധിയോട്. ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യാൻ എത്ര എളുപ്പമുള്ളൊരു വഴിയാണ്. നമ്മൾ ഓരോ പ്രവൃത്തി എഴുതുമ്പോഴും ഈ പ്രവൃത്തി കൊണ്ട് ലോകത്തിൽ എന്ത് മാറ്റങ്ങൾ വരാം, ഞാൻ എനിക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടിയാണോ ചെയ്യുന്നത്? അതാണ് ഇന്നലെ ബാബുജി മഹാരാജ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞത്. പുഴയിലൂടെ നിങ്ങളുടെ പറമ്പിലൂടെ ഒരു തോട് ഒഴുകുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ബാക്കിയുള്ള വെള്ളം ഒഴുകാൻ അനുവദിക്കണം. നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ എടുക്കുന്നു. എനിക്കുള്ള ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആർക്ക് കൊടുക്കാണ്ട് വീട്ടിൽ അടച്ചുപൂട്ടി വെക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലത്തിന്റെ ഉപരിതലം നമുക്ക് ഉപയോഗിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം തരുന്നു. ആ സ്ഥലം കുഴിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് പെട്രോളോ സ്വർണ്ണോ കിട്ടുകയാണെങ്കിൽ ആ സ്ഥലം നമ്മുടേതല്ലാതെ ആർക്കിയോളജി വന്നിട്ട് കണ്ടുപിടിക്കുകയാണ് ഇവിടെ പണ്ടൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പണ്ടൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു. അതോടുകൂടി നമ്മുടെ സ്ഥലം അല്ലാണ്ടേ മാറി, ആൾക്കാർ ഏറ്റെടുക്കാൻ തുടങ്ങും. നമ്മുടെ സ്ഥലത്തിന്റെ മുകളിൽ കൂടെ ഒരു വിമാനം പറക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ പറക്കാൻ പാടില്ല എന്ന് പറയാൻ പാടും. ഇത് എന്റെ സ്ഥലമാണ്. നമ്മുടെ പറമ്പിൽ വരുന്ന പക്ഷികളും പുഴുവും മൃഗങ്ങളും ഇവർക്കൊന്നും ഇതിൽ കയറാൻ പറ്റില്ല. ഇവിടെയുള്ള മാവേന്റെ അണ്ടി അപ്പുറത്ത് വീണാലും അത് എന്റെ തന്നെ മാങ്ങയാണ്. നമുക്കിതിൽ എത്ര വേണേൽ എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ലാളിത്യത്തിൽ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് സ്ഥലത്തിനെ നമ്മൾ കുറച്ചും കൂടി ബോർഡർ അങ്ങോട്ട് നിൽക്കുക, കുറച്ചും വലുതാക്കാൻ നോക്കുക, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് തല്ലുപിടിക്കുക, കേസും കൂട്ടും, അവസാനം വിഷമത്തോടു കൂടി ലോകം വിടുന്നു. എത്രയോ ആൾക്കാരുണ്ട്. കാരണം അതിന് പ്രാധാന്യം നമ്മൾ കൊടുക്കും. നമ്മൾ എവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മുടെ യഥാർത്ഥത്തിൽ ഉണ്മയിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ലളിതമാവും. ജീവിതത്തിൽ ലാളിത്യം കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ആയിട്ടുള്ള ഉണ്മയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ജീവിക്കണം. അതിനാണ് സഹജമാർഗത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. പിന്നെ കോംപ്ലക്സിറ്റീസ് എവിടെയാണുള്ളത്? എൻ്റെ ഉള്ളിൽ, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള പേഴ്സണാലിറ്റി, സംസ്കാരങ്ങൾ എന്ന് മാസ്റ്റേഴ്സ് പറയുന്നു. നമ്മളുടെ അറ്റാച്ച്മെന്റ് കാരണം, ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് കാരണം നമുക്ക് മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്, സബ് കോൺഷ്യസ് ഉണ്ട്. അത് നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ പ്യൂരിഫൈഡ് ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യണം. അതിനാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. പിന്നെ ലാളിത്യത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റ് എന്താണ്? സ്വയം നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഉള്ളിലൂടെ പ്രവഹിക്കുന്ന ആ പൂർണ്ണതയ്ക്ക്, ആ മാസ്റ്റർക്ക്, ആ ഫ്ലോന്, ആ ഉദ്ഗീതത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുക. ആ ഫ്ലോ അതിന് ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചോട്ടെ. സ്നേഹം എന്ന ആ ഫ്ലോ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കട്ടെ. ഞാനൊരു നിമിത്തം മാത്രം, ഞാനൊരു ഇൻസ്ട്രുമെന്റ് മാത്രം. അത്രയും ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ മടിയനായിരിക്കണം എന്നല്ല, എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന പൂർണ്ണതയിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ തരത്തിൽ സമർപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാത്തവരോട് സമർപ്പിക്കുന്നു എന്ന് പറയാൻ അർത്ഥമില്ല. നമ്മൾക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിലുള്ള ധർമ്മം അനുഷ്ഠിച്ച് നമ്മൾ അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറും. ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, ഫോക്കസ്ഡ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറും. എന്നിട്ട് ആ ഫ്ലോയിൽ സമർപ്പിക്കണം. അപ്പോഴാകുമ്പോൾ നമ്മുടെ ജീവിതം ലാളിത്യത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് മാറും. അതാണ് ഡിവൈൻ ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. ഡിവൈൻ ലൈഫ് എന്ന് ശ്രീ അരബിന്ദോ ഘോഷിന്റെ ഒരു പുസ്തകമുണ്ട്, ഡിവൈൻ ലൈഫ്. അതാണ് ഡിവൈൻ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണതയിലെത്ത് ജോയില് ഈ ലോകത്തിൽ ലാളിത്യത്തോടു കൂടി നോർമലായിട്ട്, അതാണ് നോർമലായിട്ട് ജീവിക്കുന്നു. നമ്മളിവിടെ ജീവിച്ചു എന്നോ മരിച്ചോ എന്നോ എന്നുള്ള വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ അറിയാതെയായിട്ട് മാറും. അങ്ങനെ ആൾക്ക് പിന്നെ രണ്ടാമത് ജന്മങ്ങളില്ല എന്ന് പറയും. ശരീരം ഉണ്ടാവും, പക്ഷെ മനസ്സ് ഇവിടെ വീഴുന്നില്ല. മനസ്സ് എപ്പോഴും ലാളിത്യത്തിലാണ്. അപ്പൊ ലാളിത്യത്തിന്റെ ഈ തത്വങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനിയും ഇതേക്കുറിച്ച് കൂടുതൽ